പോട് അമ്മമ്മ ഉരുതി അടുപ്പത്ത് വെച്ചു. ഹലോ ഗൈസ്, അപ്പം നമ്മിന്ന് ഇട്ടേക്ക പോന്നു. നമ്മിന്ന് അങ്ങേ വീട്ടിലേക്ക് മരുന്നാക്കാൻ വേണ്ടി പോന്നു. അപ്പം അമ്മാമ്മേൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചാർജ് ഇല്ല, അപ്പൊ ചാർജറിൽ ഇട്ടിട്ട് വന്നേ. അപ്പൊ വീട്ടിൽ കറണ്ടില്ല, അപ്പം ചാർജർ ഇട്ടിട്ടാ വന്നേ. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇടിയും കണ്ടില്ല. നമുക്ക് മരുന്നാക്കുന്നത് കാണാം. ലൈറ്റൊന്നും ഉണ്ടാവും അറിയില്ല, കാണാം. അമ്മാമേ, ഇതെന്തിനാ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ അടുത്ത് പിടിക്കാനായിട്ട് നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ. എന്തേ പൊട്ടിത്തെറിക്കുന്നത്? നല്ല മരുന്നായതുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. എണ്ണയും നെയ്യും ഒഴിച്ചാൽ നല്ലോണം പൊട്ടിത്തെറിക്കും. അപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂറായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം വേണം. അടുപ്പിലാക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടാണ്. പിന്നെ തറവാട്ടിനാക്കുന്നു. ഇനിയും ഇളക്കണം. എത്ര ടൈം വേണ്ടി വരുന്ന അറിയില്ല. നല്ല അതിൻ്റെ അടി കാണുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 3 മണിക്കൂറോളായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മയാണ് ഇത്രയും നേരം ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. ഞാനിപ്പോൾ വന്നിട്ട് വിചാരിക്കുന്നതൊക്കെയല്ല ഭയങ്കര പണിയാണ്. അത് ഇടയ്ക്ക് അത് നല്ല കട്ടയായിട്ട് വരണം. അതിൻ്റെ അടി കാണുന്ന പറയുന്നത് കുറേ 10 തുടങ്ങിയാൽ ഇപ്പം 1 മണിയായി. പിന്നെ ഇളക്കണത്തെ ഞാൻ ഇടയ്ക്കൊന്നു കൂടി അപ്പനിങ്ങനെ. അപ്പം ബാക്കി നമുക്ക് മരുന്ന് ആയി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, നിലം കാണുന്നു എണ്ണ അധികം. അതാണ് ഇങ്ങോട്ടാക്കി നല്ലവണ്ണം ചെട്ടത്തിനും കൂടെ പറ്റില്ല. കിഴക്ക് വന്ന സമയത്ത് മരുന്ന് ചെട്ടത്തിനോ കൈക്കോ ഒന്നും പറ്റാത്ത ഭാഗത്തിൽ 4 അരിമ്പ് ഇളകിയിട്ട് നടു കാണുമ്പോൾ ഭംഗി ഇറക്കി വെക്കുക. അത് മരിച്ചാലോ വിശാന്തോളോ കൊതി കൂടുന്നായിട്ട് പിന്നെ വെക്കുന്ന കത്തി. അപ്പം മരുന്നാക്കി കഴിഞ്ഞു. കണ്ടാ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് അമ്മാമ്മേനോട് ചോദിക്കാം ഇതിന്റെ കാര്യങ്ങൾ. എന്തിനാക്കുന്ന ഇത് പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് നടുവേദനയും വയറ് കടച്ചലും നടുവേദനയും അതും ഇതും ഇല്ല സൂക്ക് കെട്ടിന് വേണ്ടിയിട്ടാണ് ഈ മരുന്നാക്കുന്നത്. ഇത് പ്രധാനം പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മരുന്നാണ് ഈ മരുന്ന്. അത് വയസ്സറിയിക്കാത്ത പെണ്ണുങ്ങൾക്കും വയസ്സറിയിച്ച പെണ്ണുങ്ങൾക്കും കഴിക്കാൻ പാടില്ല. ആ മരുന്ന് കഴിച്ചാൽ ഗർഭപാത്രം തടിക്കും. അതുകൊണ്ട് പിന്നെ വയസ്സറിയിച്ച പെണ്ണ് കഴിക്കാൻ പാടില്ല. പ്രസവിച്ച പെണ്ണുങ്ങയോ കഴിക്കാൻ പാടില്ല. ആ മരുന്നിൽ 16-17 കൂട്ടം മരുന്നുണ്ടാവും. ബദാം പരിപ്പ്, നായ്ക്കുർണ, കക്കസ്, പിന്നെ ബദാം, ഇരട്ടി മോതിരം, തേറ്റാമ്പരല്, അമുക്കുരം. പീടിയെ പോയിട്ട് മരുന്നിന്റെ കൂട്ട് കഴിച്ച് അങ്ങനെ കിട്ടുമായിരിക്കും അല്ലേ? അമുക്കുരം. അതിൽ മുളക്, മഞ്ഞള്, പിന്നെ ഇതെല്ലാം 10-17 കൂട്ടം മരുന്നുണ്ട്.
അതെല്ലാം കൂട്ടി ചേർത്തിട്ട് മിഷനിൽ പൊടിച്ച് കൊണ്ടുവന്നിട്ട് മരുന്നാക്കും. അപ്പം മരുന്നാക്കി കഴിഞ്ഞ് ഉരുളി കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.